നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് തുടർന്നും നന്മ ചെയ്യുന്ന ദൈവം. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് 1 പത്രോസ് 5:7 ഉറപ്പ് നൽകുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നു. യിരെമ്യാവ് 32:40 ഞാൻ അവരുമായി ഒരു ശാശ്വത ഉടമ്പടി ചെയ്യും, അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല എന്ന് ദൈവം പ്രഖ്യാപിക്കുന്നു. ഉടമ്പടി അനുഗ്രഹം കൊണ്ടുവരുന്നു. പുതിയ നിയമസഭയുമായുള്ള യേശുവിന്റെ ഉടമ്പടി ശാശ്വതമാണ്. ദൈവം പുതിയ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ ആരംഭിക്കുകയും എല്ലാ കാലത്തും വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നു. കാരണം റോമർ 11:29 പറയുന്നു, ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഉടമ്പടി ലംഘിക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായ അനുതാപത്തോടെ വേഗത്തിൽ മടങ്ങുമെന്ന് പുനഃസ്ഥാപിക്കപ്പെടുക. തിരുവത്താഴമേശയിലൂടെ ദൈവം നമുക്ക് മാനസാന്തരവും വിശ്വാസത്തിൽ നിത്യജീവന്റെ പുതുക്കൽ പ്രഖ്യാപനവും തന്മൂലം പുതിയ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങളും നമ്മിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നു. അപ്രതീക്ഷിതരായ ആളുകളിലൂടെയും ഏത് സാഹചര്യത്തിലും ദൈവത്തിന് സ്നേഹം പ്രകടിപ്പിക്കുവാൻ കഴിയും. നോഹയുടെ പെട്ടകത്തിലെ കാക്കയെ പോലെ ചിലതൊരു പ്രത്യേക കാലയളവിലേക്ക് മാത്രമുള്ളതാണ്. ദൈവം അവയെ നിങ്ങളുടെ നന്മയ്ക്കായി നീക്കം ചെയ്തേക്കാം. അത് വേദന ഏൽപ്പിക്കുമ്പോൾ പോലും അവൻ്റെ ഉടമ്പടിയിൽ വിശ്വസിക്കുക, അവൻ നിങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. നോഹയുടെ പെട്ടകത്തിലെ കാക്ക തിരിച്ചു വന്നിരുന്നെങ്കിൽ നോഹയ്ക്ക് ദൈവം ഒരുക്കിക്കൊണ്ടിരുന്ന ആ സീസൺ നഷ്ടമാകുമായിരുന്നു. ചില കാക്കകൾ നിങ്ങളെ സന്ദർശിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ നന്മയ്ക്കായുള്ള തൻ്റെ പദ്ധതി ദൈവത്തിന് വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല. കാക്ക നിന്നപ്പോൾ നോഹ ഒരു പ്രാവിനെ അയച്ചു, അത് സന്തോഷ വാർത്തയുമായി മടങ്ങി വന്നു. ഈ സന്ദേശം സ്വീകരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ദൈവം ഒരു പുതിയ കാലം ഒരുക്കുകയാണ്. അവൻ്റെ ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ വിശ്വാസത്താൽ അത് സ്വീകരിക്കുക. പ്രാവിൻ്റെ ചുണ്ടിലെ ഒലിവില പോലെ അവൻ നിങ്ങൾക്ക് പ്രത്യാശ നൽകുകയും നിങ്ങളെ സമൃദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. യേശുവിനോടൊപ്പം നടക്കുക, യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ നാമത്തെ സ്വീകരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിശ്ചയം.